അങ്ങനെ ഷാവുഷങ് അച്ഛനെ കണ്ടുപിടിക്കുകയാണ്. ക്ഷീണിതനായി കിടക്കുന്ന ജനറലിനോട് ഷാവുഷങ്ങിന്റെ അമ്മ നടന്ന കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. തങ്ങൾക്ക് കിട്ടിയ 2000 കോപ്പർ കോയിന് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടോങ്ലോ സിറ്റിയിലെ യുദ്ധം നടക്കുന്നത്. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മരണപ്പെട്ടു. പണമാണെങ്കിൽ അവർ മോഷ്ടിക്കുകയും ചെയ്തു. എന്റെ പേർ രക്ഷപ്പെട്ടവരെല്ലാം മാറോങ് തടങ്കലിലിട്ടു. തടങ്കലിൽ കത്തി നശിച്ച സമയത്ത് ലുവോയും സംഘവും വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയായിരുന്നു. കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് ലുവോയാണ് എന്നോട് പറഞ്ഞത്. ഞാനൊരു കുറ്റവാളിയായെന്നും എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം എത്തുന്ന സമയത്ത് ലുവോ എന്നെ അറിയിക്കാമെന്നും പറഞ്ഞ് ഒരു സുരക്ഷിതമായ സ്ഥലത്ത് എന്നെ താമസിപ്പിച്ചു. കാര്യം എന്തായാലും അവൻ എന്നെ കൊന്നു കളഞ്ഞില്ലല്ലോ. അത് കേട്ട് ഷാവുഷങ്ങിന്റെ അമ്മ പറയും, ലുവോ ഭരണത്തിൽ വന്നിരുന്നെങ്കിൽ ആദ്യം കൊല്ലാൻ പോകുന്ന നിങ്ങളെ ആയിരുന്നെന്നുള്ള വല്ല ബോധവും ഉണ്ടോ എന്ന്. അപ്പൊ ജനറൽ ഒന്നും കൊണ്ടില്ല. പെട്ടെന്ന് ജനറലിന്റെ അമ്മ അവിടേക്ക് കയറി വരികയാണ്. മകനെ നോക്കി പൊട്ടിക്കരുന്നത് കണ്ട് ജനറൽ പറയും, എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ട് അമ്മ തടിക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ജനറലിന്റെ അമ്മ വിഷയം മാറ്റും. അപ്പോഴായിരിക്കും ജനറലിന്റെ ഭാര്യ അമ്മയുടെ ഭാഗം നിൽക്കുന്നത് കാണാം. ആദ്യമായിട്ടായിരിക്കും ഭാര്യയും അമ്മയും കൂടെ ഇത്രയ്ക്കും ഒരുമയിൽ നിൽക്കുന്നത് കാണുന്നുണ്ടാവുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ സംഭവിച്ചത്? കണ്ടിട്ട് തന്നെ പേടിയാകുന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ രണ്ടുപേരും ജനറലിനോട് മിണ്ടാതിരിക്കാൻ പറയും. ലുവോയുടെ പ്രവൃത്തി കാരണം അവരുടെ കുടുംബത്തെ മുഴുവൻ ഗ്രാമത്തിലേക്ക് തിരിച്ചയക്കുകയാണ് രാജാവ്. ഹേസജന്റെ പിൻബലത്തില് അയാവോ അതിൽ നിന്നും രക്ഷപ്പെടും. ഹുവോ കോളനിയെ നോക്കി നടത്താനുള്ള ഉദ്യോഗസ്ഥനായിട്ട് അയാവ് രാജാവ് നിയമിക്കും. അങ്ങനെ ഹേസജനും അയാവും ഹുവോ കോളനിയിലേക്ക് പോകുന്ന സമയത്ത് ഷാവുഷങ് അവനെ യാത്ര അയക്കാൻ വേണ്ടി വരും. ഷാവുഷങ് അയാവോട് ക്ഷമ ചോദിക്കുകയാണ്. നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. പെട്ടെന്ന് തന്നെ ഷാവുഷങ്, നീ എന്തുകൊണ്ടാണ് ഹുവോ കോളനിയെ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ അയാവോ പറയും, ചിന്തിച്ചു നോക്കുമ്പോൾ എൻ്റെ നല്ല ഓർമ്മകൾ മുഴുവൻ ഹുവോ കോളനിയിലാണ്. അതൊരു സ്വപ്നം പോലെയാണ്. ഇനി ഒന്നും കൂടെ തിരഞ്ഞെടുക്കാൻ ദൈവം എനിക്കൊരു അവസരം തരികയാണെങ്കിൽ നമ്മളൊരിക്കലും കണ്ടുമുട്ടാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുക. അതും പറഞ്ഞുകൊണ്ട് അയാവോ അവന്റെ കുതിരവണ്ടിയിൽ കയറിയിരിക്കുകയാണ്. 别再伤心了，若非你举荐，他们夫妇2人也去不了华县。